ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് മനസ്സിലായില്ലേ? അച്ചാറാണ് കേട്ടോ, നെല്ലിക്ക അച്ചാർ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നെല്ലിക്ക എടുത്ത് നന്നായിട്ട് കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് പച്ചയോടുകൂടി തന്നെ ഇതുപോലെ കഷ്ണങ്ങളാക്കുക. അതിനുശേഷം ആ കഷ്ണങ്ങൾ ഒരു പാത്രത്തിൽ ഉപ്പിട്ട് വെക്കുക. വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഉപ്പിട്ട് വെച്ചിട്ട് ഒരു രാത്രി മൊത്തം അങ്ങനെ ഉപ്പിട്ടിട്ട് വെക്കുക. അതിനുശേഷം അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ പിറ്റേ ദിവസമാകുമ്പോൾ ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ ഇതുപോലെ ഓട്ടകളില്ലാത്ത തട്ട് വെച്ചോളൂ കേട്ടോ. ഓട്ടകളുള്ള തട്ടാണ്. ഇതുപോലത്തെ തട്ടില്ലെങ്കിൽ ആ ഓട്ടയുള്ള തട്ടിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റിൽ ഈ കഷ്ണങ്ങൾ നിരത്തി വെച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ നെല്ലിക്കയുടെ സത്ത് മൊത്തം ഇങ്ങനെ അതിലേക്ക് വെള്ളത്തിൽ പോകും. അപ്പോൾ ഇതാണെങ്കിൽ ആ തട്ടിൽ തന്നെ കിടക്കും. പിന്നെ അതിൽ ബാക്കി കുറച്ച് വെള്ളം വന്നില്ലേ, അത് കളയരുത്. അതവിടെ മാറ്റി വെച്ച് നമുക്ക് ആവശ്യം വരും. അങ്ങനെ ഇത് മൂടി വെച്ച് 5 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. നമ്മുടെ നെല്ലിക്ക കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ തലേദിവസം ഉപ്പ് പുരട്ടി വെച്ച കാരണം ഈ നെല്ലിക്ക കഷ്ണത്തിൽ എല്ലാത്തിലും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. നല്ല സ്വാദാണ്. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം. പിന്നെ അച്ചാർ ഉണ്ടാക്കണ ഒരു പാൻ വയ്ക്കുക. അച്ചാർ ഉണ്ടാക്കാനുള്ള ഒരു പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി വലുതാണെങ്കിൽ നടുക്കീറിട്ടോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകൊക്കെ എത്ര നെല്ലിക്ക അളവെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഈ ഈ വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊടികൾ മഞ്ഞൾപ്പൊടി, ഉലുവയുടെ പൊടി, പിന്നെ കായപ്പൊടി, പിന്നെ മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്താൽ മതി. ഇനി അഥവാ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തോട്ടെ. അപ്പോൾ നല്ല കളറും നല്ല കൊഴുപ്പും കിട്ടും. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇതിപ്പോൾ ഒരു 750 ഗ്രാം നെല്ലിക്കയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള അളവാണ് കാണിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. പൊടികളിട്ട് ആ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു. പിന്നെ നമ്മുടെ ഉപ്പിലിട്ട് വെച്ച ആ വെള്ളമില്ലേ, അതും കൂടെ ചേർത്തു. അത് ചേർത്ത് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ ഈ വിനാഗിരിയും ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് സിമ്മിലിട്ടിട്ട് ഈ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആവണ വരെ ഒന്ന് തിളപ്പിക്കുക. ഫ്ലെയിം കൂട്ടി വെക്കണ്ട കേട്ടോ, അപ്പോൾ വേഗം വെള്ളം വറ്റിപ്പോവും. നമുക്ക് ഇത്ര ഗ്രേവി ആവശ്യമുണ്ട്, അതുകൊണ്ട് സിമ്മിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഇനി കഴിഞ്ഞു, നമ്മുടെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു. അത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഗ്രേവിയിൽ നെല്ലിക്കയിൽ നമ്മൾ ആവശ്യമുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഗ്രേവിയിലേക്കുള്ള ഉപ്പാണ് ഇപ്പിട്ടത്. ഇനി നെല്ലിക്ക ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഫ്ലെയിം വേണ്ട, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, നല്ല ഭംഗിയും കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. നെല്ലിക്ക ഇങ്ങനെ പുഴുങ്ങുമ്പോൾ അതിൻ്റെ പുളിയൊക്കെ കുറച്ച് ഇങ്ങനെ കുറയും. പിന്നെ നമ്മൾ വിനാഗിരിയും കൂടെ ചേർത്തപ്പോൾ അതിൻ്റെ പുളിയും കൂടി ആയപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ നെല്ലിക്കച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ വേറെ പുഴുങ്ങാതെ നമ്മളൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ 2 തരത്തിൽ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.